ഭയത്തിന്റെ രാത്രി. ഞാൻ അനീഷ്. കോട്ടയത്ത് നിന്ന് ആലപ്പുഴയിലേക്കുള്ള ഒരു ചെറിയ യാത്രയുടെ കഥ പറയാനാണ് ഞാൻ ഇവിടെ. ഈ യാത്ര ഞാൻ ഒരിക്കലും മറക്കാനിടയില്ല. കാരണം അതിൽ ഞാൻ നേരിട്ട് കണ്ടത് ഒരു അതിശയകരമായ, ഭയാനകമായ അനുഭവമാണ്. ഈ കഥ യഥാർത്ഥം ആണെന്നല്ലാതെ ഞാൻ കുറച്ച് പാടുകളും കൂട്ടിച്ചേർത്തതായേ ഉള്ളൂ. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഞാനത് അനുഭവിച്ചവനാണ്. അന്ന് ഒരു വെള്ളിയാഴ്ച ഞാൻ ബസ്സിൽ കയറി പിറകിലോട്ട് ഒരു സീറ്റിൽ ഇരുന്നു. സമയം വൈകിട്ട് 6 കഴിഞ്ഞിരിക്കും. മഴയുടെ ചെറിയ ചാറ്റും തുമ്പുകളും കാണാനുണ്ടായിരുന്നു. കാറ്റ് കുഴഞ്ഞു കയറിയതുപോലെ തോന്നി. മൂടൽമഞ്ഞ് പതുക്കെ ചുറ്റും വീഴാൻ തുടങ്ങി. ബസ് കറങ്ങി കറങ്ങി ഒരു പുഴയുടെ അരികിലുള്ള ഗ്രാമത്തിലെ ഒരു സ്റ്റോപ്പിൽ നിർത്തി. ഇവിടെ വണ്ടി പോവില്ല, ഇനി വരല്ലേന്ന് അറിയില്ല, ഡ്രൈവർ പറഞ്ഞു. ഞാൻ ഞെട്ടി. ഞാൻ പോകേണ്ടതായുള്ള സ്ഥലം ഇനിയും 3 കിമി ഉണ്ടായിരുന്നു. എന്റെ അടുത്തുള്ള ഒരു ബന്ധുവിന്റെ വീട്ടിലേക്കാണ് പോകുന്നത്. ഫോണും ടവർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ മുന്നോട്ട് നടക്കാനായി തീരുമാനിച്ചു. പാതിരാത്രിയാകുമ്പോൾ ആ കാട് വഴിയിലൂടെ ഞാൻ കാൽനടയായി നടക്കാൻ തുടങ്ങി. ഒരു ചെറിയ വഴിയാണ്, ചുറ്റും വൃക്ഷങ്ങൾ, കാടുപോലെയുള്ള സ്ഥലങ്ങൾ. എനിക്ക് മുന്നിൽ വെളിച്ചം ഒന്നുമില്ല. ഫോണിന്റെ ടോർച്ച് വെളിച്ചത്തിൽ ഞാൻ മുന്നോട്ട് നടന്നു. കാറ്റ് കയറി വരുന്ന ശബ്ദം തന്നെ പേടിപ്പിക്കാൻ പോലെ. അപ്പോൾ തന്നെ എവിടെയോ നിന്നും ഒരു സീറുന്ന ശബ്ദം. കേൾക്കുന്നത് പോലെ തോന്നിയ ശബ്ദമല്ല, കാതിലേക്ക് നേരെ കയറുന്നുവെന്ന പോലെ. അനീഷ്. ഞാൻ ഞെട്ടി. പിന്നോട്ട് തിരിഞ്ഞു നോക്കി. ആരുമില്ല. കുറച്ച് ദൈർഘ്യത്തിൽ വീണ്ടും. അനീഷ്, ഇതുവരെ നീ വന്നില്ലേ? ഇപ്പോൾ നിന്റെ താടി വെറും നനഞ്ഞുപോയി പോലെ തോന്നി. ശബ്ദം വ്യക്തമായി, വല്ലാതെ കൃത്യമായി. ഞാൻ ഒന്നുകൂടി തിരിഞ്ഞു നോക്കി. അപ്പോൾ ആണ് ഞാൻ അതിനെ കണ്ടത്. ഒരു കാട്ടുവഴിയുടെ ഇടയിൽ ഒരു സ്ത്രീ. വെളുത്ത വസ്ത്രം, തലയില്ല, കഴുത്തിൽ നിന്നും പൊങ്ങുന്ന കരിയ നിറമുള്ള വിഷം പോലെയുള്ള പുക. അവളുടെ കാലുകൾ നിലത്തൊട്ടുന്നില്ല, ആകാശത്തിൽ ലളിതമായി താങ്ങിയിരിക്കുന്നു. മുഖം ഇല്ലെങ്കിലും എനിക്ക് അവളുടെ കണ്ണുകൾ കാണാൻ കഴിയുന്ന പോലെ തോന്നി. ഞാൻ പിന്നോട്ടോടാൻ തുടങ്ങി. ആ സ്ത്രീ എനിക്ക് പിന്നാലെ വന്നു തുടങ്ങി. നീല നിറം അവളുടെ ശരീരം ചുറ്റിപ്പറ്റി. ഒരു തണുപ്പ് വന്നു എൻ്റെ മുഴുവൻ ശരീരത്തിലും. ത്വച്ചയ്ക്ക് തണുപ്പ് കയറിയതുപോലെ, ശ്വാസം ചെറുതായി. ഭയം കൊണ്ട് ഞാൻ നടുങ്ങി. ഇവിടെ നിന്നു പോകരുത്, നീ എൻ്റെ കൂടെ വരണമെന്ന്. ശബ്ദം വീണ്ടും. ഞാൻ കാതുപൂട്ടി ഓടാൻ തുടങ്ങി. പക്ഷേ പാതയിൽ വെളിച്ചം കൂടാതെ, എവിടെയെന്ന് മനസ്സിലാവാതെ ഞാൻ ഒരു വെള്ളം നിറഞ്ഞ കുഴിയിൽ വീണു. വലിച്ചു ഉയർന്നപ്പോൾ ആ സ്ത്രീ എൻ്റെ മുന്നിൽ തന്നെ. മുഖം ഇല്ല, പക്ഷേ കിളിരിപ്പിക്കുന്ന പോലൊരു ചിരി കേൾക്കാം. ആ ചിരി, അത് മനുഷ്യരിൽ നിന്നല്ല, അതൊരു മരണത്തിന്റെ ചിരിയായിരുന്നു. ഇത് എൻ്റെ ഭൂമി. നീ അതിൽ കയറിയിരിക്കുന്നു. ഇനി പോകാൻ പാടില്ലായി. എനിക്ക് പറയാനാവില്ല. കറുപ്പും തവിട്ടുമാണ് അവളുടെ കണ്ണുകൾ. കറുപ്പാണ് അകത്തോട് അകത്ത് വരെ. ഞാൻ കരഞ്ഞു. ഭയത്തിൽ ഞാൻ പറഞ്ഞു, ദയവായി, ഞാൻ ഇവിടെ നിന്ന് പോകട്ടെ. ഞാനറിയാതെ വന്നു. അവളുടെ കൈ നീളുന്നു. ആ കൈ മനുഷ്യൻ്റെതല്ല, നീണ്ട പട്ടം പോലുള്ള വിരലുകൾ. അതിൻ്റെ തലയൊടിയിലൂടെ ഭീകരമായ ശബ്ദം. പിന്നെ ഒരു കാറ്റുപോലെ ഞാൻ തളർന്നുപോയി. അരുന്ന് കറുത്താനായിട്ട് ഞാൻ ഇച്ചപ്പോഴാണ് മറ്റൊരു ഭീകരത കണ്ടെത്തിയത്. ഞാൻ ഒരു പഴയ പക്കത്തിൽ കിടക്കുന്നു. ചുറ്റും വിളിച്ചാലും ആരുമില്ല, കൈകൾ കെട്ടിയിരിക്കുന്നു. എൻ്റെ മുന്നിൽ വീണ്ടും അവളാണ്, ആ ഭയാനക ആത്മാവ്. ഇപ്പോൾ അവൾ എനിക്ക് മുന്നിൽ ചേർന്നു. ഇനി നീ എൻ്റേതാണ്, അവൾ പാടി. അപ്പോൾ ഞാൻ കണ്ടു, എൻ്റെ കൈയും കാലുകളും കളിമണ്ണ് പിടിച്ചതുപോലെ കട്ടിയായിരുന്നു. എൻ്റെ സ്വരം മാറിയിട്ടുണ്ട്. ഞാൻ മുഴങ്ങാൻ ശ്രമിച്ചു, പക്ഷേ ശബ്ദം വന്നില്ല. ഞാൻ കാണുന്നു, ഞാൻ ഇനി മനുഷ്യനല്ല. അവളുടെ വരവ് ഞാൻ തടഞ്ഞില്ല. ഞാൻ അവളുടെ ഭാഗമായിരിക്കുന്നു. ഇത് ഞാനറിയുന്ന അവസാനമായ അനുഭവമാണ്. അതിനുശേഷം ഞാൻ ഈ ലോകത്തിൽ ഇല്ല. നിങ്ങൾക്ക് ഇക്കത്ത് വായിക്കുമ്പോൾ ചുറ്റും കാറ്റിച്ചോ എന്ന് നോക്കൂ. വേറൊരു ശബ്ദം കേട്ടോ എന്ന് ശ്രദ്ധിക്കൂ. അതവളാണ്, എൻ്റെ കൂടെ വന്ന, എൻ്റെ ആത്മാവ് കവർന്ന, ഇപ്പോൾ നിങ്ങളെ തേടിയെത്തുന്നു. നീ ഇങ്ങനെ ഇനിയും വായിക്കണോ? എങ്കിൽ അതിനൊരുപാട് വില നൽകേണ്ടി വരും.